ജർമ്മനിയിലുള്ള ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് ഈയിടെ ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോയി. 2 ബസ്സിലായിട്ട് 100ഓളം ആളുകളാണ് പോയത്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരമുള്ള സ്റ്റൈൻഫെൽഡ് ക്ലോസ്റ്ററിലേക്കാണ് ഞങ്ങൾ കുറച്ച് ബസ്സിനും കുറച്ച് നടന്നുമൊക്കെ ആയിട്ട് പോയത്. പല ഏജ് ഗ്രൂപ്പിലുള്ളവർ, സ്കൂൾ കുട്ടികളും യുവജനങ്ങളും മധ്യവയസ്കരും വാർദ്ധക്യത്തിലായിട്ടുള്ളവരും എല്ലാം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എന്തിന് ഒരു പട്ടിക്കുട്ടി വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തത് എൻ്റെ സീറ്റിലുണ്ടായിരുന്ന 85 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്. വാർദ്ധക്യത്തിലായിട്ട് പോലും എത്ര ചുറുചുറുക്കായിരുന്നു എന്നറിയോ അവർക്ക്. ഒരു 5 കിലോമീറ്ററാണ് ക്ലോസ്റ്റർ വരെ നടന്നത്. തീർത്ഥാടകർ മാത്രമല്ല, വാണ്ടറിങ്ങിന് വേണ്ടിയും ചരിത്രത്തോട് ഇഷ്ടമുള്ളവരും ഇവിടെ എത്തുന്നു. പ്രകൃതി സ്നേഹികൾക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും. പ്രകൃതിയിൽ നിന്ന് എനർജി ടാങ്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രകൃതിയിലെ ശാന്തത ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇത് പറ്റിയ സ്ഥലമാണ്. കാൽനടയായിട്ടുള്ള തീർത്ഥാടനത്തിന് കാലുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മിഡിൽ ഏജസ് മുതൽ തന്നെ പരമ്പരാഗതമായി ഇത്തരം തീർത്ഥാടന യാത്രകൾ ജർമ്മനിയിൽ പോപ്പുലറാണ്. ഒരു വലിയ ഗ്രൂപ്പായിട്ടുള്ള ഇത്തരം യാത്രകൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാം ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുമാത്രമല്ല, സ്ട്രെസ് കുറയ്ക്കാനും സെൽഫ് റിഫ്ലക്ഷനും ഹീലിങ്ങിനും വേണ്ടി ഇത്തരം യാത്രകൾ വളരെയധികം ഉപകരിക്കും. ഇനി ഇത് ഒരു ഭക്താഭ്യാസം എന്ന നിലയിലാണെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരമായോ താങ്ക്സ് ഗിവിംഗ് ആയോ അല്ലെങ്കിൽ സൗഹൃദം പുതുക്കുന്നതിന് വേണ്ടിയോ വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആയിട്ടോ ഇതിനെ കാണാം. പ്രത്യേകിച്ച് കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഉള്ള ഒരു രാജ്യത്ത് ഇത്തരം തീർത്ഥാടനങ്ങൾ സോഷ്യലൈസിങ്ങിന് പറ്റിയ അവസരമാണ്. 1000 വർഷത്തെ പഴക്കമുള്ള ഗോത്തിക് സ്റ്റൈലിലുള്ള മനോഹരമായ ഈ ക്ലോസ്റ്റർ കാണാൻ അനേകം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. യോഗ, തൈച്ചി, പെയിൻറ്റിങ്, പ്രിൻറ്റിങ്, ഫോട്ടോഗ്രാഫി, കാലിഗ്രഫി, മെഡിറ്റേഷൻ ഇങ്ങനെ വിവിധ തരം കോഴ്സുകൾ പഠിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു. വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും ഹോസ്റ്റലും ഇവിടെയുണ്ട്. സൺ ക്ലോക്ക് അഥവാ സൂര്യഘടികാരവും നമുക്കിവിടെ കാണാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ വീടിൻ്റെ നിഴൽ നോക്കി കൃത്യമായിട്ട് സമയം പറയുന്നത് ഓർത്തുപോയി. മനോഹരമായൊരു ലാബിറിന്ത്, നീണ്ട ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന മാമോദീസ തൊട്ടി, വിവിധങ്ങളായ പെയിൻറ്റിങ്, പ്രതിമകൾ, ഗ്ലാസ് പെയിൻറ്റിങ്, മനോഹരമായ പഴക്കമുള്ള ഫർണിച്ചേഴ്സ്, ക്ലോക്ക്, ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ വിസ്മയ കാഴ്ചകൾ. വിവിധ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.